വെൽക്കം ബാക്ക് ടു ഓൾ. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ് എന്ന പാഠഭാഗത്തെ 4ാമത്തെ വീഡിയോ ആണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ടെക്നിക്കൽ ടേംസ് ആണ് പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി എന്താണ് സീവർ? സീവർ എന്താണ്? അതിൻ്റെ ഡെഫിനിഷൻ നോക്കൂ കേട്ടോ. It is a separate underground carriage system, specially for transporting sewage from house and commercial building to treatment or disposal. നമ്മൾ വീടുകളിൽ നിന്നും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങളിൽ, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിലൊക്കെ ഉണ്ടാവുന്ന സീവേജ്, എന്താണ് സീവേജ് എന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ വീടുകളിലും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലൊക്കെ ഉണ്ടാവുന്ന ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്കോ ഡിസ്പോസൽ സൈറ്റിലേക്കോ എത്തിക്കുന്ന പൈപ്പിനെയാണ് സീവർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സീവർ എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താണ് സീവേജ് എന്ന് നോക്കാം. എന്താണ് സീവേജ്? It includes all type of liquid waste in a building. It may be storm sewage or sanitary sewage. നമ്മുടെ ഒരു വീടുകളിൽ ഉണ്ടാവുന്ന എല്ലാ തരം ദ്രാവകാവസ്ഥയിലുള്ള വേസ്റ്റുകളെയാണ് സീവേജ് എന്ന് പറയുന്നത്. അതിൽ സ്റ്റോം സീവേജ് ഉണ്ടാവാം. എന്താണ് ഈ സ്റ്റോം സീവേജ്? മഴക്കാലത്ത് സീവറിലൂടെ ഉള്ള ലിക്വിഡ് വേസ്റ്റുകളെയാണ് സ്റ്റോം സീവേജ് എന്ന് പറയുന്നത്. എന്താ സീവർ എന്ന് പറയാലോ? പൈപ്പ് അല്ലേ, സീവേജ് കൊണ്ടുപോകുന്ന പൈപ്പ്. സ്റ്റോം സീവേജ് എന്താണ്? നമ്മൾ മഴക്കാലത്ത് സീവറിലൂടെയുള്ള ലിക്വിഡ് വേസ്റ്റുകളെ, ദ്രാവകാവസ്ഥയിലുള്ള വേസ്റ്റുകളെയാണ് സ്റ്റോം സീവേജ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ സാനിറ്ററി സീവേജ്? ഡൊമസ്റ്റിക് സീവേജ് ആണ് സാനിറ്ററി സീവേജ്. നമ്മുടെ വീടുകളിൽ നിന്നും അതേപോലെ തന്നെ ബിൽഡിങ്ങുകളിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഡൊമസ്റ്റിക് വേസ്റ്റുകളെയാണ് സാനിറ്ററി സീവേജ് എന്ന് പറയുന്നത്. ഈ രണ്ട് സീവേജും കൂടെ കമ്പൈൻ ചെയ്താണ് സീവേജ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യം തന്നെ നമ്മൾ സീവർ എന്താണെന്ന് പഠിച്ചു, പിന്നെ സീവേജ് എന്താണെന്ന് പഠിച്ചു അല്ലേ. സീവേജിൽ സാധാരണ ലിക്വിഡ് വേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതിൽ ഓർഗാനിക്കും ഇനോർഗാനിക് സോളിഡ്സും ഉണ്ടാവും കേട്ടോ, അത് ആലോചിച്ച് വയ്ക്കാം. ഇനി റോ സീവേജ് എന്നൊരു വേർഡ് ഉണ്ട്, ജസ്റ്റ് ഓർത്താൽ മതി. സീവേജ് പറഞ്ഞപ്പോൾ വെറുതെ പറയുന്നു എന്നേ ഉള്ളൂ. റോ സീവേജ് അല്ലെങ്കിൽ ക്രൂഡ് സീവേജ് എന്ന് പറഞ്ഞാൽ അൺട്രീറ്റഡ് സീവേജ് ആണ്. ട്രീറ്റ്മെൻറ്റ് നടത്താത്ത സീവേജിനെയാണ് നമ്മൾ ക്രൂഡ് ഓർ റോ സീവേജ് എന്ന് പറയുന്നത്. അതും ഒന്ന് ഓർത്ത് വെച്ചോളാം. നോക്കൂ, ഇതാണ് ഇപ്പോൾ ഒരു സീവേജ് സിസ്റ്റം കാണിക്കുന്നത്. അതായത് വീടുകളിലൊക്കെയാണ് സാനിറ്ററി സീവർ അല്ലേ, സാനിറ്ററി സീവേജ് കൊണ്ടുപോകുന്ന പൈപ്പുകളാണ് സീവർ എന്ന് പറയുന്നത്. കണ്ടോ, ഇതൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഇനി അതേപോലെ തന്നെ ഇവിടെ സ്റ്റോം സീവേജും ഉണ്ട് അല്ലേ. ഇതൊക്കെ കൂടിയാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് എത്തുന്നത് അല്ലേ, ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് എത്തുന്നത്. അതിൽ കൊണ്ടുപോകുന്ന പൈപ്പുകളെ സീവർ എന്നും ആ കൊണ്ടുപോകുന്ന ലിക്വിഡ് വേസ്റ്റിനെ സീവേജ് എന്നും പറയുന്നു. ഓക്കെ, ഈ മൊത്തം ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ സീവറേജ് എന്ന് പറയുന്നത്. സീവേജ് അല്ലേ, സീവറേജ്. അപ്പോൾ അടുത്തത് സീവറേജ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് സീവറേജ്? സീവേജ് കളക്ട് ചെയ്ത് ഡിസ്പോസ് ചെയ്യുന്ന ആ മൊത്തം പ്രോസസ്സിനെയാണ് നമ്മൾ സീവറേജ് എന്ന് പറയുന്നത്. സീവേജ് വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക, അതേപോലെ തന്നെ ഡിസ്പോസ് ചെയ്യുക. അതിൻ്റെ മൊത്തം സിസ്റ്റത്തിനെയാണ് സീവറേജ് എന്ന് പറയുന്നത്. സീവറേജ് റിഫേഴ്സ് ദ ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് കൺവേസ് സീവേജ്. സീവേജ് കൺവേ ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചറിനെ മൊത്തമാണ് നമ്മൾ സീവറേജ് എന്ന് പറയുന്നത്. It encompasses components such as a receiving drain, manhole, plumbing station, storm overflow and screening chamber of the sanitary sewer. അതായത് ഇതിൽ എന്തൊക്കെ ഉണ്ടാവാറുണ്ട്? ഡ്രെയിൻസ് ഉണ്ടാവാറുണ്ട്, മാൻഹോൾ ഉണ്ടാവാറുണ്ട്,
പമ്പിങ് സ്റ്റേഷനുകൾ ഉണ്ടാവാറുണ്ട്, സ്റ്റോം ഓവർഫ്ലോ ഉണ്ടാവാറുണ്ട്, സ്ക്രീനിങ് ചാമ്പേഴ്സ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് എന്തിലുണ്ടാവുക? സീവറേജ് സിസ്റ്റത്തിൽ ഉണ്ടാവുക. അപ്പോൾ ഒന്നുമില്ല, സീവറേജ് പറഞ്ഞാൽ എന്താണ്? ഈ സീവേജ് കളക്ട് ചെയ്ത് ഡിസ്പോസ് ചെയ്യുന്ന മൊത്തം പ്രോസസ്സിനെയാണ് സീവറേജ് എന്ന് പറയുന്നത്. ഒരു സീവറേജ് അവസാനിക്കുന്നത് എവിടെയാണ്? അറ്റ് ദ എൻട്രി ടു സീവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഓർ ദ പോയിന്റ് ഓഫ് ഡിസ്ചാർജ് ഇൻ ടു ദ എൻവയോൺമെൻറ്റ്. അതായത് സീവറേജ് അവസാനിക്കുന്നത് കണ്ടോ, ഇവിടെ കണ്ടോ, ഒരു എൻവയോൺമെൻറ്റിലേക്ക് മൊത്തം ട്രീറ്റ് ചെയ്തിട്ടുള്ള സീവേജ് ഡിസ്പോസ് ചെയ്തില്ലേ, അവിടെയാണ് ഒരു സീവറേജ് സിസ്റ്റം അവസാനിക്കുന്നത്. ഇനി എന്താണ് ഡ്രൈ വെതർ ഫ്ലോ? DWF. It is the normal flow of sewage during the dry season of year. അതായത് നമ്മൾ സീവേജ് വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതൊരു വരണ്ട ഒരു വർഷത്തിലൊരു വരണ്ട സീസണിലാണ് ഈ സീവേജ് ഒഴുകുന്നതെങ്കിൽ അത് ഡ്രൈ വെതർ ഫ്ലോ എന്നാണ് പറയുക. ഇനി എന്താണ് വെറ്റ് വെതർ ഫ്ലോ? ഇറ്റ് ഈസ് ദ നോർമൽ ഫ്ലോ ഓഫ് സീവേജ് ഡ്യൂറിങ് ദ റെയിനി സീസൺ ഓഫ് ഇയർ. ഇതെന്ന് പറഞ്ഞാൽ സീവേജ് നോർമലായിട്ട് ഒഴുകുക, ഈ റെയിനി സീസൺ മഴക്കാലത്ത് ഈ സീവേജ് ഒഴുകുന്നതിനെയാണ് വെറ്റ് വെതർ ഫ്ലോ എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്ലഡ്ജ്? ഇറ്റ് ഈസ് ദ ഓർഗാനിക് മാറ്റർ deposited at the bottom of sedimentation tank during the treatment of sewage. നമ്മൾ സീവേജിന് എന്ത് ചെയ്യും? ട്രീറ്റ്മെൻറ്റ് നടത്തും അല്ലേ? നമുക്കറിയാം സീവേജ് എന്ന് പറഞ്ഞാൽ ഒരു ദ്രാവകാവസ്ഥയിലുള്ള വേസ്റ്റാണ്, അതിൽ ഓർഗാനിക്കും ഇനോർഗാനിക് സോളിഡ്സും ഒക്കെ ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യും? ഇത് സെഡിമെൻറ്റേഷൻ ടാങ്കിൽ വെച്ചിട്ടാണ് നമ്മളിത് ട്രീറ്റ്മെൻറ്റ് നടത്തുക. നമ്മൾ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ വെച്ചിട്ടാണ് സീവേജിന് ട്രീറ്റ്മെൻറ്റ് നടത്തുക. അപ്പോൾ ഈ എന്ത് ചെയ്യും? ഈ ഫ്ലോട്ടിംഗ് മാറ്റേഴ്സും അതുപോലെ മറ്റ് വസ്തുക്കളൊക്കെ അടിഞ്ഞുകൂടും. ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുള്ള സീവേജിൽ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഓർഗാനിക് മാറ്ററുകളെയാണ് നമ്മൾ സ്ലഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ആൻറ്റി സൈഫണേജ് പൈപ്പ് അല്ലേ? എന്തിനായിരുന്നു? വാട്ടർ സീല് പ്രിസർവ് ചെയ്യാൻ അല്ലേ? വാട്ടർ സീല് ട്രാപ്പിൽ വാട്ടർ സീല് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പാണ് എന്തെന്ന് പറയുന്നത്? ആൻറ്റി സൈഫണേജ് പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്? സോയിൽ പൈപ്പാണ്. സോയിൽ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ ദാറ്റ് കൺവേ ലിക്വിഡ് വേസ്റ്റ് ഫ്രം ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റിൽ നിന്നൊക്കെയുള്ള ലിക്വിഡ് വേസ്റ്റുകളെ ക്യാരി ചെയ്യുന്ന പൈപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോയിൽ പൈപ്പ് എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കും? സോയിൽ പൈപ്പ് ലിക്വിഡ് വേസ്റ്റ് തന്നെയായിരിക്കും ക്യാരി ചെയ്യുന്നത്, പക്ഷെ അതിൽ എവിടെ നിന്നുള്ള വേസ്റ്റ് കൂടെ ഉണ്ടാവും? ടോയ്ലറ്റ് അല്ലേ? ടോയ്ലറ്റ്, അതായത് ഹ്യൂമൻ എക്സ്ക്രീറ്റ കൂടെ അതിലുണ്ടാവും. ഓക്കെ, ഇനി ഒരു പൈപ്പ് കൂടെ ഉണ്ട്, വേസ്റ്റ് പൈപ്പ്. അത് ഇവിടെ പറഞ്ഞിട്ടില്ല, അതൊന്ന് ആലോചിച്ച് വെച്ചോളാം. സോയിൽ പൈപ്പ് പോലെ തന്നെയാണ് വേസ്റ്റ് പൈപ്പ്, അതിലും ലിക്വിഡ് വേസ്റ്റാണ് ഉണ്ടാവുക, പക്ഷെ ഒരിക്കലും ടോയ്ലറ്റിൽ നിന്നുള്ള വേസ്റ്റ് അതിലുണ്ടാവില്ല. അതാണ് വേസ്റ്റ് പൈപ്പിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? വെൻറ്റ് പൈപ്പാണ് അല്ലേ? എന്താണ് വെൻറ്റ് പൈപ്പ്? ദ പൈപ്പ് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ഫ്ലോ ഓഫ് എയർ ടു ദ ഫ്ലോ ഓഫ് എയർ ടു ഓർ ഫ്രം ഡ്രെയിനേജ് സിസ്റ്റം. It provides circulation to the system and protect trap seal from the siphonage or backflow. അതായത് നമ്മൾ വെൻറ്റ് പൈപ്പ് എന്ന് പറഞ്ഞാൽ വെൻറ്റിലേഷന് വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വെൻറ്റ് പൈപ്പ് നമ്മൾ വെൻറ്റിലേഷന് വേണ്ടിയിട്ടാണ് ഡ്രെയിനേജ് സിസ്റ്റത്തിൽ കൊടുക്കുന്നത്. ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിലേക്ക് ഉള്ളിലേക്കും പുറത്തേക്കും എയറിൻ്റെ സഞ്ചാരത്തിന് സാധ്യമാക്കുന്നത് വെൻറ്റ് പൈപ്പാണ്. ഓക്കെ, മാത്രമല്ല ഇത് ട്രാപ്പിൻ്റെ സീല് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതായത് ബാക്ക് ഫ്ലോയിൽ നിന്നൊക്കെ, ഇപ്പോൾ ബാക്ക് ഫ്ലോ ഉണ്ടാവാറുണ്ട്, ആ ബാക്ക് ഫ്ലോയിൽ നിന്നൊക്കെ നമ്മളെ വാട്ടർ സീല് മെയിൻറ്റെയിൻ ചെയ്യാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ട്രാപ്പിലുള്ള വാട്ടർ സീല് ബാക്ക് ഫ്ലോ കാരണം ഡാമേജ് ആയി പോവാതിരിക്കാൻ സഹായിക്കുന്നതും വെൻറ്റ് പൈപ്പാണ്. അപ്പോൾ ഇത്രയും ആലോചിക്കണം, എന്താണ് വെൻറ്റ് പൈപ്പ്? വെൻറ്റിലേഷന് സാധ്യമാക്കുന്ന പൈപ്പാണ് വെൻറ്റ് പൈപ്പ്.
അപ്പം അതിൻ്റെ മുകളിൽ വെൻറ്റ് പൈപ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു കോൾ ഉണ്ടായിരിക്കും കേട്ടോ. കോൾസ് കോൾ എന്ന് പറഞ്ഞാൽ COWL ആണ് കേട്ടോ. COWL, ഒരു ഹെഡ് പോലെ കോൾ എന്നിട്ടുള്ളൊരു സാധനം ഉണ്ടാവും. ഇതാണ് വെൻറ്റ് പൈപ്പ്, ഇങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ഹൈറ്റ് കൂടിയതിട്ടാണ് വെൻറ്റ് പൈപ്പ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.